ഹലോ ഹലോ. അപ്പോൾ കാലുകളൊക്കെ നല്ല ഭംഗിയായിട്ടും വൃത്തിയായിട്ടും സൂക്ഷിക്കാനുള്ളത് എല്ലാവരുടെയും ആഗ്രഹങ്ങളാണ്. പക്ഷെ ചിലപ്പോൾ നമുക്ക് തിരക്കുകൾ കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മളുടെ ചർമ്മത്തിൽ വരുന്ന വ്യത്യാസങ്ങളും നമുക്ക് ഏജ് ആവുന്നതിനനുസരിച്ചിട്ടൊക്കെ നമുക്ക് കാലുകൾക്കിടെ ആ ഒരു പണ്ടത്തെയുള്ള ഭംഗിയൊക്കെ നമുക്ക് കുറയും. അതുപോലെ തന്നെ ചിലപ്പോൾ കാലിൽ ഈ ക്രാക്സ് വിണ്ടുകീറലൊക്കെ വരാറുണ്ട്. പക്ഷെ നമ്മളത് പ്രോപ്പറായിട്ട് എപ്പോഴും എത്ര തിരക്കുള്ള സമയമാണെങ്കിലും നമ്മൾ ഒരു ദിവസം കുറച്ച് സമയമെങ്കിലും നമുക്ക് വേണ്ടിയിട്ട് നമ്മൾ കണ്ടെത്തണം. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് ലാസ്റ്റ് ഞാൻ എനിക്ക് വേണ്ടി ഒന്നും ചെയ്തില്ല, ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ജീവിച്ചത് പറയുന്നതിലൊന്നും ഒരർത്ഥമില്ല. നമുക്ക് നമ്മളെ കാണത്തുള്ളൂ. അപ്പം എപ്പോഴും തിരക്കുള്ള സമയമാണെങ്കിൽ പോലും നമ്മളുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ സ്കിന്നൊക്കെ ഒന്ന് സൂക്ഷിക്കാനൊക്കെ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ കണ്ടെത്താം. പിന്നെ ഈ വിണ്ടുകീറലും അതെല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ നമ്മളതൊന്ന് സൂക്ഷിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയൊന്നും വരത്തില്ല. നല്ല രീതിക്ക് തന്നെ കാല് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എനിക്ക് കുറച്ച് നാൾ മുന്നേ വരെ നല്ല രീതിക്ക് എനിക്ക് അങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു കാലിൽ. പക്ഷേ ഞാൻ ഒരു ക്രീം ഞാൻ ജസ്റ്റ് ട്രൈ ചെയ്യുന്നുണ്ട്, അത് യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഒരു പാക്കിൻ്റെ കാര്യങ്ങൾ, അതിൻ്റെ വീഡിയോ ഞാൻ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇടുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ആക്കിയത് കൊണ്ട് എനിക്ക് നല്ല രീതിക്ക് മാറ്റി വന്നു. അതുപോലെ തന്നെ ഞാൻ ട്രൈ ചെയ്ത ഒരു പെഡിക്യൂറിൻ്റെ, അതായത് DIY നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളൊക്കെ, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു പെഡിക്യൂറിൻ്റെ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു ക്ലെൻസിങ് പോലെ, അതായത് കുറച്ച് ബക്കറ്റിൽ കുറച്ച് വെള്ളം എടുത്തിട്ട്, ചെറു ചൂടുവെള്ളം അല്ലെങ്കിൽ സാധാ വെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ബേക്കിംഗ് പൗഡർ അത് ആഡ് ചെയ്യുക. പിന്നെ നമ്മൾ ഒരു 2-3 അല്ലെങ്കിൽ ഒരു 4-5 സ്പൂൺ പച്ചപ്പാല് ആഡ് ചെയ്തിട്ട് ഒരു 10 മിനിറ്റ് നമ്മൾ കാല് അതിൽ മുക്കി വെക്കുക. അതിനുശേഷം നമ്മൾ ജസ്റ്റ് ആ ഒരു പ്യൂമിക് സ്റ്റോൺ യൂസ് ചെയ്തിട്ട് കാലിൻ്റെ താഴെയൊക്കെ ചെയ്യുക. പിന്നെ നമുക്ക് യൂസ്ഡ് ആയിട്ടുള്ള ബ്രഷ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളുടെ നഖങ്ങളുടെ ഇടയിലൊക്കെ അതൊക്കെ ഒന്ന് കളയാം. അതാണ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ബേക്കിംഗ് സോഡ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നല്ല സൂപ്പറാണ്. നമുക്കൊരു ആൻറ്റി ഇൻഫ്ലമേറ്ററി പ്രോപ്പർട്ടീസൊക്കെ അതിനുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടാവില്ലേ കാലിൽ, ചിലവർക്കൊക്കെ ഈ ചെരുപ്പൊക്കെ ഇട്ടിട്ട് പൊട്ടിയിട്ട് പാടുകളൊക്കെ വരും, പിന്നെ ടാൻ വരുന്നത്, അതെല്ലാം കളയാൻ വേണ്ടിയിട്ട് ബേക്കിംഗ് സോഡയ്ക്ക് സാധിക്കും. പാൽ ഓഫ് കോഴ്സ് നമുക്കറിയാം, നമ്മൾ ഫേസിലാണെങ്കിലും ബ്രൈറ്റൻ ആക്കാനും അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മൾ പാൽ യൂസ് ആക്കാറുണ്ട്. പിന്നെ ഈ ബേക്കിംഗ് സോഡയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റെഗുലറായിട്ട് നമ്മൾ ഒരിക്കലും ബേക്കിംഗ് സോഡ നമ്മൾ യൂസ് ആക്കാൻ പാടില്ല. കാരണം അതൊരു മൈൽഡ് ആസിഡാണ്. അപ്പം നമ്മളത് റെഗുലർ ബേസിസിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾക്ക് നല്ല രീതിക്ക് ഇറിറ്റേഷൻസും റെഡ്നെസ്സും ഒക്കെ നമ്മുടെ സ്കിന്നിന് അനുഭവപ്പെടും. അപ്പോൾ നമ്മൾ എപ്പോഴത് യൂസ് ആക്കാൻ പാടില്ല. ഈ പെഡിക്യൂറൊക്കെ ആണെങ്കിലും 2 ആഴ്ച കൂടുമ്പോഴൊക്കെ ചെയ്യുന്നതായിരിക്കും നല്ലത്. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ബേക്കിംഗ് സോഡ യൂസ് ആക്കുമ്പം ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കത് യൂസ് ചെയ്യാൻ പാടില്ല. അതിൻ്റെ കൂടെ നമ്മൾ വേറെ ഏതെങ്കിലും ഒരു നാച്ചുറൽ ഇൻഗ്രീഡിയൻറ്റ് അതിൻ്റെ കൂടെ മിക്സ് ചെയ്തിട്ട് വേണം നമ്മളത് യൂസ് ആക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു സംഭവം ഒന്ന് കുറച്ച് ഞാൻ ബക്കറ്റിൽ ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ എടുത്തിട്ട് വരാം. ഓക്കെ, അപ്പം ഞാൻ ഈ ഒരു ബക്കറ്റിൽ കുറച്ച് ബേക്കിംഗ് സോഡയും കുറച്ച് പാലും കൂടെ മിക്സ് ചെയ്ത് ഞാൻ വന്നിട്ടുണ്ട്. ചിലപ്പോൾ വോയിസ് ഒന്നും ഇതാവും, കാരണം പുറത്ത് നല്ല മഴ പെയ്യുന്നുണ്ട്. എൻ്റെ മൈക്കും കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് ഇതിൽ കാലൊന്നൊരു 10 മിനിറ്റ് മുക്കി വയ്ക്കാം. 10 മിനിറ്റ് നമ്മൾക്ക് ഈ കാല് അതിൽ മുക്കി വെക്കാം. അതിനുശേഷം ഞാൻ വെച്ചിട്ട് കാൽപാദത്തിൻ്റെ താഴെയും അവിടെയെല്ലാം ഞാനൊന്ന് ജസ്റ്റ് സ്ക്രബ് ചെയ്ത് കൊടുക്കണം. നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ചെയ്തിട്ട് ഓക്കെ. അപ്പം ഞാനിങ്ങനെ കാലൊരു 10 മിനിറ്റ് ഇതിൻ്റെ ഉള്ളിൽ ഞാനിങ്ങനെ മുക്കി വെക്കുന്നുണ്ട്. നമ്മളത് കാല് ക്ലെൻസൊക്കെ ചെയ്ത് വന്നിട്ടുണ്ട്. ഇനി അടുത്ത സ്റ്റെപ്പായിട്ട് നമ്മളൊരു സ്ക്രബാണ് ഇടാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു കുറച്ച് അരിപ്പൊടി, പിന്നെ തേൻ, അതുപോലെ തന്നെ പച്ചപ്പാൽ, ഇത് 3 നമുക്ക് വേണ്ടത്. ഇതിൽ അരിപ്പൊടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാച്ചുറൽ എക്സ്ഫ്ലോറേറ്റർ ആണ്. അപ്പോൾ നമ്മുടെ കാലിലുള്ള ഡെഡ് സെൽസിനൊക്കെ റിമൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ അരിപ്പൊടിക്ക് സഹായം. അതുപോലെ തന്നെ ഹണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് ഭയങ്കര ഒരു ആൻറ്റിസെപ്റ്റിക് ആയിട്ടുള്ള പവേഴ്സൊക്കെ ഉണ്ട്. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ കാലിൽ ഇപ്പം വിണ്ടുകീറലിൻ്റെ ആ ഒരു ചെറിയ പൊട്ടലും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ തന്നെ ഈ തേൻ അതിൻ്റെ ഉള്ളിലേക്ക് കയറി ചെന്നിട്ട് അതൊക്കെ പെട്ടെന്ന് സുഖമാക്കാൻ വേണ്ടിയിട്ട് പറ്റും. പിന്നെ ഓഫ് കോഴ്സ് നമ്മളുടെ പാൽ അതുപോലെ തന്നെ നമ്മളുടെ സ്കിൻ ബ്രൈറ്റൻ ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ആക്കും. അപ്പോൾ നമുക്കൊരു 2 സ്പൂൺ അരിപ്പൊടി, ഒരു സ്പൂൺ തേൻ, പിന്നെ കുറച്ചത് ഇതാക്കാൻ വേണ്ടിയിട്ടുള്ള പാൽ, ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് കൊണ്ടുവരാം. എന്നിട്ട് ഇത് കാലിലൊന്ന് അപ്ലൈ ചെയ്ത് ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കത് വാഷ് ഔട്ട് ചെയ്തിട്ട് വരാം. അപ്പം നമുക്ക് ഈ സംഭവങ്ങളൊക്കെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പം ഞാൻ 3 അരിപ്പൊടി, തേൻ, പാൽ, ഇത് 3 ഇങ്ങനെ ഒരു
കുഴമ്പ് പരുവത്തിലാക്കിയിട്ട് മിക്സ് ചെയ്തിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 കാലിലും, നമ്മുടെ കാലിൻ്റെ മേൽഭാഗത്തും അതുപോലെ തന്നെ കാലിൻ്റെ താഴെ നമ്മൾക്കിത് അപ്ലൈ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാനിങ്ങനെ കാലിൻ്റെ ഇവിടെയും അതുപോലെ തന്നെ പാദത്തിൻ്റെ അവിടെയും 2 കാലിലും ഞാനിത് അപ്ലൈ ചെയ്തിട്ടുണ്ട്. നമുക്കൊരു 10 മിനിറ്റ് ഇതുപോലെ വെയിറ്റ് ചെയ്യാം. അതിനുശേഷം നമുക്ക് കഴുകിയിട്ട് തിരിച്ചു വരാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ സംഭവങ്ങളൊക്കെ ചെയ്ത് കാലൊക്കെ കഴുകിയിട്ട് വന്നിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം നിങ്ങളെ. അപ്പോൾ ഞാൻ ഈ കാലെല്ലാം പെഡിക്യൂറൊക്കെ ചെയ്തിട്ട് വന്നിട്ടുണ്ട്. എൻ്റെ കാലിലും ഡാർക്ക് സ്പോട്ട്സ് ഒക്കെ ഉണ്ടത് സത്യം പറഞ്ഞാൽ ഒരുപാട് കുറഞ്ഞതാണ്. അപ്പോൾ ഇവിടെ എനിക്ക് ഒരുപാട് ഇതെല്ലാം ഉണ്ടായിരുന്നത് ഞാൻ പ്രോപ്പറായിട്ട് കുറേ ട്രൈ ചെയ്ത് യൂസ് ആക്കുന്നത് എനിക്ക് കുറഞ്ഞു വന്നതാണ്. ഈ യൂസിൽ തന്നെ നിങ്ങൾക്ക് നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ കുറച്ച് അടുപ്പിച്ച് നിങ്ങളൊന്ന് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിക്ക് നമുക്ക് കാലിൻ്റെ ആ ഒരു കളറിൽ വ്യത്യാസം വരും. ടാരൊക്കെ നല്ല രീതിയിൽ മാറുന്നത് നിങ്ങൾക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും അതൊന്ന് ട്രൈ ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ടാറ്റാ.